ഏവർക്കും ലിബർട്ടി MTVയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടുകൂടെ ഉക്രൈൻ റഷ്യൻ വാറിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന മിസ്റ്റർ സ്റ്റാൻലി ജോർജ് നമുക്കൊക്കെ സുപരിചിതനാണ്. ഇപ്രാവശ്യത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ച ഒരു മഹൽ വ്യക്തിയാണ്. അദ്ദേഹം ഒരു മിഷണറിയാണ്. അതോടൊപ്പം തന്നെ റിപ്പബ്ലിക്കൻ സ്ട്രാറ്റജിസ്റ്റാണ്. അതുപോലെ റിപ്പബ്ലിക്കൻ പാർട്ടി ഇലക്ഷൻ അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അമേരിക്കയിൽ മാത്രമല്ല കേരള ജനതയ്ക്കും മലയാളികൾക്ക് വളരെ ചാരിതാർത്ഥ്യം നൽകുന്നതാണ്. വളരെ പ്രാഗൽഭ്യം തെളിയിക്കുന്ന വിധത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിസ്കഷൻസൊക്കെ മുൻകാലങ്ങളിൽ എക്ലീസിയ യുണൈറ്റഡ് ഫോർ ഇൻ്റർനാഷണലിൽ വളരെ ശക്തമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. എക്ലീസിയ യുണൈറ്റഡ് ഫോറം ഇൻ്റർനാഷണലിൻ്റെ ഭാരവാഹിയും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീ സ്റ്റാൻലി ജോർജ് സാറിനെ ഈ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇന്ന് നമ്മളെ ഏറ്റവും അധികം ഭീതിപ്പെടുത്തുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ കാര്യങ്ങൾ ശരിയാവണ്ണം നിയന്ത്രിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുന്ന ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നു. എല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ബിബ്ലിക്കൽ വേർഡ്സസുമായിട്ടൊക്കെ ഇതിന് വളരെയധികം സാമ്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് വളരെ കൃത്യമായിട്ട് കാലാവസാനത്തെക്കുറിച്ച് ലോകാവസാനത്തെക്കുറിച്ചുള്ള വിഷയം ശിഷ്യഗണങ്ങൾ ചോദിച്ചപ്പോൾ അതിൻ്റെ കൃത്യത നൽകിക്കൊണ്ട് എങ്ങനെയായിരിക്കും സംഭവിക്കുക എന്ന് പറഞ്ഞിട്ട് യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ചൊക്കെ നിങ്ങൾ കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴാണ് ലോകം അവസാനിക്കുക എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു ലോകാവസാന യുദ്ധമായിട്ടല്ല നമ്മൾ കാണുന്നത്. മറിച്ച് ഈ യുദ്ധം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന വലിയ ദുരന്തം ലോക ജനതയ്ക്ക് തന്നെ പിടിച്ചു നിർത്താൻ കഴിയാത്ത തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നുള്ളത് ചില സൂചനകൾ കേൾക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം എന്നാഗ്രഹിക്കുകയാണ്. ഇപ്പോൾ യുക്രൈനിൽ വിന്യസിപ്പിച്ചിട്ടുള്ള US, ബ്രിട്ടീഷ്, ഫ്രഞ്ച് മിസൈലുകൾ പ്രയോഗിച്ചാൽ അത് പാശ്ചാത്യ സഖ്യം യുക്രൈനിൽ നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുന്നത് പോലെ തോന്നും. അത് അങ്ങനെ തന്നെ ആയിരിക്കും പരിഗണിക്കുക എന്ന് പുടിൻ വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ പറയുകയുണ്ടായി. ഇപ്പം അത് സംഭവിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് US പ്രസിഡൻ്റായിരിക്കുന്ന ഈ ജോ ബൈഡൻ അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടതായ ചില ദിവസങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യത്തിലേക്ക് മുതിർന്നത് എന്താണ് അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെ അതിനായിട്ട് പ്രേരിപ്പിച്ചത്? ആ കാര്യങ്ങളെക്കുറിച്ച് സാറൊന്ന് വിവരിക്കാമോ? തീർച്ചയായും നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം യുദ്ധം ഏതാണ്ട് ഒരു പരിസമാപ്തിയിലേക്ക് വരുമെന്നാണ് ലോകം വാസ്തവത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്, വിശ്വസിക്കുന്നത്. കാരണം ട്രംപിന്റെ അധികാരമേൽക്കുന്ന സമയത്ത് തന്നെ ഈ യുദ്ധത്തിന് ഒരു ചർച്ചയിലൂടെ നമുക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുകയും വളരെ കൃത്യമായ നിലയിൽ വെടിനിർത്തൽ ഉണ്ടാകുകയും ചെയ്യുമെന്ന് ലോകം വിശ്വസിച്ചു. പക്ഷെ അതിന് വിപരീതമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പം ഈ അടുത്ത ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പണ്ടെങ്ങാണ്ടോ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആവശ്യപ്പെട്ടു പോലും ദീർഘദൂര മിസൈൽ ഉപയോഗിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കണം. അപ്പോൾ അത് മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അനുവാദം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അനുവാദം കൊടുത്ത സമയം തന്നെ വളരെ അത് നിർമ്മിച്ചിരിക്കുന്നത് US ഫാക്ടറിയിൽ നിന്നാണോ, US കൺട്രോളിലാണോ, അത് US വിറ്റതാണോ യുക്രൈന്, ആ വിധത്തിലാണോ അതിപ്പോ പ്രയോഗിക്കാൻ അവർക്ക് തോന്നിയിരിക്കുന്നത്? അതെ US മിസൈലുകളാണ്, US കൊടുത്തതാണ്. അത് അവിടെ വിന്യസിച്ചിരിക്കുകയാണ്. ഉക്രൈനിൽ US ആയുധങ്ങളാണ് അതെല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ടാണ് അനുവാദം വേണ്ടി വന്നത്. US അനുവാദം വേണ്ടി വന്നത് തന്നെ US ആയുധമായതുകൊണ്ടാണ്. അപ്പോ ഇപ്പോൾ ഈ അനുവാദം തീർച്ചയായിട്ടും ഇതെല്ലാം ആയുധ കച്ചവടത്തിന്റെ ഭാഗമാണ്. ഈ വാറുകളൊക്കെ തന്നെ, എല്ലാ യുദ്ധങ്ങളും സത്യത്തിൽ ആയുധ കച്ചവടക്കാരുടെ വലിയ അജണ്ടയാണ്. നമ്മൾ ഈ യുദ്ധങ്ങളെ കുറിച്ച് തന്നെ സംസാരിക്കുകയാണെങ്കിൽ ധാരാളം നമുക്ക് നമ്മുടെ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ യുദ്ധങ്ങളൊക്കെ തന്നെ അവസാനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വലിയ ഒരു സമൂഹമാണ് ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, MIC, അതായത് ആയുധ വ്യാപാര സമുച്ചയം, ആയുധ വ്യാപാര കച്ചവടക്കാർ. അവരാണ് നിർമ്മാതാക്കളാണ്. ഇപ്പൊ അമേരിക്കയിലുള്ള ലോക്ഹീഡ് മാർട്ടിൻ പോലെയുള്ള ഭയങ്കര ആഗോള ഭീമന്മാരാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അതായത് യുദ്ധവിമാനം തൊട്ട് മിസൈലുകൾ തൊട്ട് ബോംബുകൾ തൊട്ട് റൈഫിളുകൾ വരെ ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ ഈ ആയുധ നിർമ്മാണം, അതിന്റെ കച്ചവടം നടന്നില്ലെങ്കിൽ അവർക്ക് ഈ സാമ്പത്തികമായിട്ട് ഭയങ്കര നഷ്ടത്തിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പെർപ്പച്വൽ വാർ, അതായത്
എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ് ഇവരുടെ എല്ലാ അജണ്ട. അത് മറ്റൊരു ഭാഗമാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ കൊടുത്ത അനുവാദം മിസൈൽ അയക്കാൻ വേണ്ടി. ഇപ്പൊ 6 മിസൈൽ അവരിപ്പോൾ അയച്ചു. 300 മൈൽ വരെ പ്രകടനശേഷിയുള്ള, കൃത്യമായിട്ട് റഷ്യയുടെ പല സിറ്റികളിലും ചെന്നെത്താൻ കഴിയുന്ന മിസൈലുകളാണ് ഇപ്പൊ തൊടുത്തു വിട്ടത്. 6 തൊടുത്തു, 5 അവർ തകർത്തു, ഒരെണ്ണം എവിടെ വീണ് കത്തി, സൈനിക കേന്ദ്രത്തിൽ കത്തി, അത് നാശമുണ്ടായി. ആളപായം ഉണ്ടായില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത് റഷ്യയെ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആയുധം അമേരിക്കൻ മിസൈലാണ്, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഈ കുറെ നാളുകൊണ്ട് ഈ റഷ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ യുദ്ധം ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു എസ്കലേഷൻ ഉണ്ടായിട്ടില്ല. ഒരു പെട്ടെന്നൊരു ഇതുപോലെ സ്ഫോടനാത്മകമായ ഒരു സംവിധാനത്തിലേക്ക് യുദ്ധം നടന്നു വന്നിട്ടില്ല. അപ്പോൾ റഷ്യ ഭീഷണി കൊടുത്തിട്ടുണ്ട്, അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ യുദ്ധം ചെയ്യുകയാണ് ഞങ്ങളുമായി. നാറ്റോ രാജ്യങ്ങളൊക്കെ തന്നെ ഭീതിയിലാണ്. അത് തന്നെയല്ല, കഴിഞ്ഞ ദിവസം അണുവായുധം പ്രയോഗിക്കാനുള്ള പ്രത്യേക ഒരു ഉത്തരവിൽ മോസ്കോയിൽ ഒപ്പുവെച്ചു പുടിൻ. ആ ഒപ്പ് നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതായത് അണുവായുധമില്ലാത്ത ഒരു രാജ്യത്തെ അണുവായുധം പ്രയോഗിക്കാനായിട്ട് റഷ്യയുടെ മേലുള്ള പരമാധികാരത്തെ കഴിഞ്ഞ ദിവസം അവര് അരക്കിട്ടുറപ്പിച്ചൊരു ആ ഒരു ഒപ്പ് അവര് ഇട്ടിട്ടുണ്ട്. അത് ഏത് സമയത്തും റഷ്യക്ക് അണുവായുധം ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കുക, അണുവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ 3/1 ഭാഗം അമേരിക്ക ഇടപെടും, അണുവായുധ ശക്തികളെല്ലാം തന്നെ ഇടപെടും, ആഗോള യുദ്ധമായിട്ട് അത് മാറും. 3ാം ലോക മഹായുദ്ധമോ അതിനപ്പുറത്തുള്ള ഒരു ആഗോള യുദ്ധമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു വലിയ സ്ഫോടനാത്മകമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അത് നമുക്ക് പ്രാർത്ഥിക്കാം റഷ്യക്ക് അങ്ങനെ. 2020 ശരിക്കും പുടിൻ തന്നെ ഒരു പുതിയ നയം കൊണ്ടുവന്നായിരുന്നല്ലോ. ഇതേപോലെ ആണവായുധങ്ങളില്ലാത്ത രാജ്യങ്ങളുടെ മേൽ ഒരു പ്രകാരത്തിലും ആണവായുധം ഉപയോഗിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ അതാണല്ലോ ഇപ്പൊ ഇതുകൊണ്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തായിരിക്കും ചെയ്യാൻ കഴിയുക? അമേരിക്ക ഇനി നയതന്ത്രമേ പറ്റത്തുള്ളൂ. നയതന്ത്രം മാത്രമാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക വഴി. അല്ല ആയുധം കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും ലോകത്ത്? ആയുധം ഉപയോഗിച്ച് യുദ്ധം അവസാനിപ്പിക്കും. വന്നപ്പോൾ ഇപ്പം സ്റ്റാലിൻ സാർ പറഞ്ഞതുപോലെ ഈ ട്രംപ് വന്ന സമയത്ത് നമ്മളെല്ലാം വിചാരിച്ചത് പെട്ടെന്ന് തന്നെ ഇത് യുക്രൈൻ്റെ സ്ഥലം കുറച്ച് റഷ്യക്കും കൊടുക്കും, റഷ്യ പിടിച്ചെടുത്ത് കുറച്ച് യുക്രൈനും കൊടുത്ത് അത് വേഗത്തിൽ സെറ്റിൽ ചെയ്യുന്നുള്ള. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇനിയും മുന്നോട്ട് കാര്യങ്ങൾ പോകാനായിട്ട് ഇടയായിത്തീരുമോ നയതന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ട് പോലും? കാരണം ഈ എടുത്തിരിക്കുന്ന ഈ ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് അല്ലേ റഷ്യയും മറ്റ് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഇനിയും അമേരിക്കയുടെ എല്ലാ നയതന്ത്ര ഇടപാടുകളെയും ബാധിക്കപ്പെടത്തില്ലേ? തീർച്ചയായിട്ടും. ഇത് ഇപ്പം ട്രംപ് ഭരണകൂടത്തിന് വ്യക്തമായ അജണ്ടയുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അജണ്ടകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പ്രസിഡന്റായ ശേഷം മാത്രമേ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അതിനു മുമ്പ് അദ്ദേഹത്തിന് പറ്റില്ല, അധികാരമില്ല. അപ്പോൾ ഈ പെട്ടെന്ന് ധൃതി വെച്ച് ട്രംപ് അധികാരമേൽക്കുന്നതിന് 1.5 മാസം മുമ്പ് എന്തുകൊണ്ട് ബൈഡൻ ഇങ്ങനെ ഒരു വലിയ സുപ്രധാനമായ നിർണായകമായ തീരുമാനത്തിന് വേണ്ടി തയ്യാറായെന്നുള്ളത് ലോകം ഭയത്തോടെയാണ് കാണുന്നത്. വളരെ ആശങ്കയോടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായത്? യുദ്ധം അവസാനിപ്പിക്കാൻ. അപ്പോൾ ട്രംപ് വരുമ്പോൾ ഒരു യുദ്ധത്തിലേക്ക് ഇത് അവസാനിക്കണമെന്നാണോ ഈ പ്രസിഡന്റ് ബൈഡന്റെ ആഗ്രഹം? അല്ല അതിനാണോ ഇവർ അജണ്ട എന്ന് നമുക്കറിയില്ല. ഇനി പ്രസിഡന്റ് ആയിട്ട് ട്രംപ് ജയിച്ചത് ഇനി അദ്ദേഹത്തെ കൊണ്ട് സമാധാനം അല്ലെ രോഗസമാധാനത്തിന്റെ ആളാണ് ട്രംപ് എന്ന് അത്ര പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ ഇവർ പക്ഷെ തയ്യാറാവുന്നില്ലായിരിക്കും. എന്തായാലും ഈ ഒരു സ്ഥിതിവിശേഷം ലോകത്തുണ്ടാക്കിയതിന്റെ ഉത്തരവാദി പ്രസിഡന്റ് ബൈഡൻ മാത്രമാണ്. അത് മാത്രമല്ല, എങ്ങനെ യുക്രൈൻ വാർ ഉണ്ടായി അത് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് യുക്രൈൻ വാർ ആരംഭിച്ചത്? റഷ്യ നേരിട്ട് കയറി ആക്രമിക്കായിരുന്നില്ല. എന്തുകൊണ്ടാണ്? വൈസ് പ്രസിഡന്റ് ആയിരുന്ന കമല ഹാരിസ് ജർമ്മനിയിൽ നടന്ന ഒരു നേറ്റോ മീറ്റിങ്ങിൽ അവർ പരസ്യമായിട്ട് പറഞ്ഞു, ഈ ഉക്രൈനെ നമ്മൾ നേറ്റോയിൽ അംഗമാക്കേണ്ടത് വളരെ അതിക്രമിച്ചിരിക്കുകയാണ്, അത് ഓവർ ഡ്യൂ ആണ്, അതുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ടവരാണെന്ന് പറഞ്ഞു. ഇതാണ് റഷ്യ ചൊടിപ്പിച്ചത്, റഷ്യയെ പ്രകോപിപ്പിച്ചതാണ്, അവർക്ക് ഭയപ്പെടുത്തിയതാണ്. അപ്പോൾ അവർ വിചാരിച്ചു നേറ്റോയുടെ ഇപ്പൊ ഉക്രൈൻ നേറ്റോയുടെ ഭാഗമാകുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അണ്വായുധങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മിസൈലുകളും തൊട്ടപ്പുറത്തല്ലേ? അതെ. ഇപ്പൊ നമ്മുടെ ഒരു നെയ്ബറിന്റെ ഒരിടത്ത് നമുക്കെതിരായിട്ടുള്ള ആയുധങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ അസ്വസ്ഥരാകുന്ന പോലെ അല്ലെ ഭയപ്പെടുന്ന പോലെയാണ് റഷ്യ ഭയപ്പെട്ടത്. പക്ഷെ അപ്പോൾ ആ സമയത്ത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പ്രസിഡന്റ് ബൈഡനെ വിളിച്ചു സംസാരിച്ചു. നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പറഞ്ഞ കാര്യം നിങ്ങളുടെ അജണ്ടയാണോ, അത് നിങ്ങൾ ചെയ്യാൻ പോകാണോ, അത് ഗവൺമെന്റ് തീരുമാനമാണോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം നമ്മുടെ പ്രസിഡന്റ് ബൈഡൻ ഇതിന് മറുപടി കൊടുത്തില്ല.
3 മാസം വരെ വെയിറ്റ് ചെയ്തു പ്രസിഡന്റ് പുടിൻ അദ്ദേഹത്തിന്റെ മറുപടിക്കായിട്ട്. ആ മറുപടി കിട്ടാവുന്നപ്പോഴാണ് ഇവര് ഉക്രൈനെ നേറ്റോയിൽ എടുക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഈ പിന്നെ റഷ്യൻ പ്രസിഡന്റ് യുദ്ധം ആരംഭിക്കുന്നത്. ആ യുദ്ധം വളരെ നിർഭാഗ്യകരമാണ്. വളരെ വളരെ എന്താ പറയുന്നത്, എല്ലാ മനുഷ്യാവകാശം ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിക്രമിച്ച് ഉക്രൈനെ അധിനിവേശം നടത്തിയത്. എത്രായിരം പേര്, നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ അറിയാത്ത കണക്കുകളാണ് മരണസംഖ്യ. ഇതൊന്നും പുറത്തു വന്നിട്ടില്ല കൃത്യമായിട്ട്. അത്ര ഉയർന്ന മരണസംഖ്യയാണ്. ഇതിന്റെ ഉത്തരവാദികൾ പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നത് റഷ്യക്കെതിരെ US മിസൈൽസ് പ്രയോഗിക്കുകയാണെങ്കിൽ റഷ്യ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഇപ്പം ട്രംപും കൂടെ വന്ന സ്ഥിതിക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ഡിസ്കഷനിലേക്ക് മുന്നോട്ട് വരികയും അങ്ങനെ റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നതായിട്ടുള്ള ഈ സ്ഥലങ്ങളെ, ഉക്രൈൻ്റെ സ്ഥലങ്ങളെ ബാർഗെയിൻ ചെയ്ത് തിരികെ കിട്ടാൻ ഒരു പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ള ഒരു തെറ്റായ ധാരണയായിരിക്കുമോ ഒരു പക്ഷെങ്കിൽ ബൈഡനെ ഇതിനായിട്ട് പ്രേരിപ്പിച്ചത്? ആയിരിക്കാം. കാരണം ഈ യുദ്ധം അവസാനിക്കുകയാണ്, അതിന്റെ മുഴുവൻ ക്രെഡിറ്റും പ്രസിഡന്റ് ട്രംപിന് പോകും, റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പോകും, പുതിയ ഭരണകൂടം അതിന് ക്രെഡിറ്റ് എടുക്കും. ഒരു പക്ഷേ അതിൽ അസ്വസ്ഥന ഇതൊക്കെ രാഷ്ട്രീയ തീരുമാനങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിന്റെ പുറകിൽ മറ്റു പലരുണ്ട്. മാനസികമായ വല്ല പ്രശ്നമുണ്ട് ഈ ബൈഡന്? കാരണം ഇനി ആകെ 50 ദിവസം കൂടി അദ്ദേഹത്തിന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ മനുഷ്യൻ ഇതുപോലുള്ള ഒരു ഡ്രാസ്റ്റിക് ഡിസിഷനിലേക്ക് പോകുമ്പോൾ ലോകത്തെ മുഴുവനായിട്ട് ഭയപ്പെടുത്തുകയല്ലേ. ഒരു 3ാം ലോക മഹായുദ്ധം, പ്രത്യേകിച്ച് ആണവ ശക്തിയുള്ള രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്, ഒന്ന് അമേരിക്കയും ഒന്ന് റഷ്യയും. 85% കൂടുതൽ, ഏകദേശം 88% രണ്ടുപേരുടെയും കയ്യിലാണ് ഈ ആണവായുധങ്ങളുള്ള ലോകത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഡയറക്റ്റ് യുദ്ധമായിട്ട് അത് മാറാനും ചാൻസ് ഇല്ലേ? തീർച്ചയായിട്ടും. വളരെയധികം അപകട സാധ്യതയുള്ള, ലോകം മുഴുവൻ അപകടത്തിലാക്കുന്ന, ലോക ജനസംഖ്യയുടെ 1/3 ഭാഗം വരെ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു അണ്വായുധ യുദ്ധമാണ് നമ്മുടെ കൺമുമ്പിൽ കണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനും, റഷ്യക്ക് ഒരു മനമാറ്റം ഉണ്ടാകാനും, അമേരിക്ക കൂടുതലായിട്ട് ഇനി എസ്കലേറ്റ് നടത്താതിരിക്കാനും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതിന്റെ കാര്യമുണ്ട്, ബൈഡൻ അല്ല ഈ തീരുമാനത്തിന് പുറകെ ഞാൻ വിശ്വസിക്കുന്നത്. പ്രസിഡന്റ് ബൈഡനെ നിയന്ത്രിക്കുന്ന ഒരു സംഘമുണ്ട്. അവരാണ് യുദ്ധം നിർത്തരുതെന്ന് ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, ചോദിക്കണേ പറയാം. ഈ യുദ്ധം നിർത്തരുതെന്നും യുദ്ധം അവസാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘമുണ്ട്. ഇവിടെയൊക്കെ കേരളത്തിലൊക്കെ വരുന്ന ഇതിനെക്കുറിച്ചുള്ള സംഭാഷണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ABC മലയാളി ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഘപരിവാറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചില ചാനലുകളുണ്ടല്ലോ, അപ്പോൾ ഗോദി മീഡിയ എന്ന് പൊതുവിൽ പറയുന്നത്, അവരൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഇല്ലുമിനേറ്റി, അതേപോലെ തന്നെ ഡീപ്പ് സ്റ്റേറ്റ് അത് ക്രിസ്ത്യൻ രാജ്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടവും ക്രിസ്ത്യാനിറ്റി പിടിച്ചെടുക്കാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ്. ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു വിശകലനം നടത്തിയാൽ ശരിയായിട്ട് എങ്ങനെയായിരിക്കും നമുക്ക് അത് പറയാനായിട്ട് സാധിക്കുക? ഡീപ് സ്റ്റേറ്റ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് അമേരിക്കയിൽ പകുതി ജനസംഖ്യ വിശ്വസിക്കുന്നുണ്ട് ഡീപ് സ്റ്റേറ്റിൽ. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുറേ കാര്യം പറയാനുണ്ട്. ചുരുക്കി ഞാൻ പറയാം. നമ്മൾ ഒരു പക്ഷെങ്കിൽ അമേരിക്കയിലുള്ള പലർക്കും അതിനെക്കുറിച്ച് അറിയാം, പക്ഷേ ഇന്ത്യയിലുള്ള നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് ഒരു പക്ഷേ ഡീപ് സ്റ്റേറ്റ് എന്താണെന്ന് കൃത്യം ഒരു വിവരണം ഉണ്ടായില്ല. ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് ഒരു സമാന്തര റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ്. കാരണം ഇവിടെ തന്നെ ഇന്ത്യക്കും മ്യാൻമറിനും ഇടയ്ക്ക്, അല്ലെങ്കിൽ ബംഗ്ലാദേശിനും ഇടയ്ക്ക്, മ്യാൻമറിൻ്റെയും ഇന്ത്യയുടെയും അതേപോലെ മ്യാൻമറിൻ്റെ ഇടയ്ക്കായിട്ടൊരു ഒരു രാജ്യം സ്ഥാപിക്കാനായിട്ട് ഇന്ത്യൻ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ടൊരു രാജ്യം സ്ഥാപിക്കാനായിട്ടാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കാനാണെന്ന് ഇവിടെ പല മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഗോഡി മീഡിയാസ് പലതും വളരെ ശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുകയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റാലിൻ സാർ ഒന്ന് സംസാരിക്കുന്നത്, എനിക്ക് ഒന്ന് വിവിഡായിട്ട് തന്നെ ആ കാര്യങ്ങളൊന്ന് പറയുന്നത് നന്നായിരിക്കും. വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വ്യാജ പ്രചരണമാണിത്. യാതൊരു അടിസ്ഥാനവുമില്ല. അമേരിക്കക്ക് അങ്ങനെ ഒരു അജണ്ടയുമില്ല. ട്രംപ് ഭരണകൂടത്തിന് അങ്ങനെ ഒരു അജണ്ടയില്ല. എന്തിന് ക്രിസ്ത്യ രാജ്യം സ്ഥാപിക്കണം? അമേരിക്ക ക്രിസ്ത്യ രാജ്യമല്ലേ? അതുപോലും ക്രിസ്ത്യ രാജ്യമാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. അവിടെ പോലും ആളുകൾ പരാജയപ്പെടുകയാണ്. പിന്നെ എന്തിന് വേറെ ക്രിസ്ത്യ രാജ്യം മറ്റൊരു ലോകത്തുണ്ടാകണം? അങ്ങനെ ഒരു അജണ്ടയും അമേരിക്കയ്ക്കില്ല. അത് മാത്രമല്ല, ഇന്ത്യ അമേരിക്കയുടെ നല്ല സുഹൃത്താണ്. ട്രംപിന്റെ വരവോടുകൂടി ആ ബന്ധം കൂടുതൽ ശക്തമാകുകയുള്ളൂ. എപ്പോഴും ഇന്ത്യയെ അമേരിക്ക ഒരു സഖ്യകക്ഷിയായിട്ട്, ഒരു നല്ല സുഹൃത്തായിട്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ചൈനയ്ക്കെതിരായുള്ള ഭീഷണിയിൽ അമേരിക്കയ്ക്ക് ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സുഹൃത്ത് ഇന്ത്യയാണ്.
അപ്പൊ ആ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനോ അല്ലെ ഇന്ത്യക്കെതിരായിട്ടോ എന്തെങ്കിലും ഒരു നീക്കം അമേരിക്കയുടെ ഒരു ഗവൺമെന്റും ഒരു പാർട്ടി വന്നാലും ഉണ്ടാകില്ല. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മീഡിയാസ് അറിയാവുന്ന കാര്യം. പ്രചരിപ്പിക്കുന്നത് അത് തന്നെയാണ്. ചൈന പ്രബലമായ ഒരു ശക്തിയാണ്. ലോകരാഷ്ട്രങ്ങളിൽ തന്നെ പ്രബലമായ ശക്തിയായിട്ട് വരുമ്പോൾ അവർക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തണമെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇന്ത്യ ആ സമയത്ത് സമ്മതിച്ചില്ലെങ്കിൽ ഈ അമേരിക്കയ്ക്ക് കാലുറപ്പിക്കാൻ ഒരു സ്പേസ് വേണം. അതൊരു ക്രിസ്ത്യൻ സ്റ്റേറ്റായിട്ട് മാറ്റിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവരുടെ ഒരു കുപ്രചരണം. അതിനകത്ത് ഒരു അടിസ്ഥാനമില്ല. കാരണം ഇന്ത്യക്കെതിരായിട്ടാണ് ചൈന ആക്രമിക്കുന്നെങ്കിൽ ഇന്ത്യ പോരായോ അമേരിക്കക്ക് ഒരു താവളമായിട്ട്, അല്ലേ? ഇന്ത്യ ഉപയോഗിച്ചുകൂടായോ? അപ്പൊ ഇന്ത്യക്കെതിരായിട്ടാണ് ചൈന ആക്രമിക്കുന്നെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇന്ത്യ ആക്രമിക്കാനുള്ള ഒരു ചെറിയ ഒരു സൂചന കിട്ടിയപ്പോൾ തന്നെ അന്ന് പ്രസിഡന്റായിരുന്ന ട്രംപ് മോദിയുമായിട്ട് സംസാരിച്ചു, ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ചൈനയുടെ ഏത് ആക്രമണത്തെയും തങ്ങൾക്കെതിരെയുള്ള ആക്രമണമായി തങ്ങൾ കരുതുമെന്നും ആ നിലയ്ക്ക് പ്രതികരിക്കുമെന്നും കൃത്യമായിട്ടുള്ള മെസ്സേജ് പ്രസിഡന്റ് ഷീ പിങ്ങിനും മോദിക്കും കിട്ടി. അങ്ങനെയാണ് ആ യുദ്ധം, ഒരിക്കലും അങ്ങനെ യുദ്ധം പോലും അത് പെട്ടെന്ന് അത് മാറിപ്പോവുക ചെയ്ത് അങ്ങനെയുള്ള ഒരു ട്രെൻഡ് വന്നത്. അപ്പം അത്ര ശക്തമായിട്ട് അമേരിക്ക ഇന്ത്യ പിന്തുണയ്ക്കുന്നു. പ്രത്യേകിച്ചും റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാര് ട്രംപിനെ പോലെയുള്ള വളരെയധികം ഇന്ത്യ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിനുവേണ്ടി തയ്യാറാണ്. അങ്ങനെ ഒരിക്കലും മറ്റൊരു രാജ്യം അവിടെ ഉണ്ടാക്കാനുള്ള അതൊക്കെ വ്യാജ പ്രചരണം. ഈ മീഡിയ തന്നെ, സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ ഇവര് ഭാവനയിൽ നിന്നാണ് പല കാര്യങ്ങളും സൃഷ്ടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് തെളിവ് വേണ്ട, ആരും ചോദിക്കാനില്ല, ആരും വെരിഫൈ ചെയ്യാനില്ല. അപ്പൊ എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട്. അത് അവരുടെ ശക്തിയുമാണ്, ദൗർബല്യമാണ്. രണ്ടും നടക്കട്ടെ എന്ന് ഞാൻ പറയാം. അതിനകത്തുള്ള പ്രത്യേകത ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്നതെല്ലാം തന്നെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നമ്മൾ കളിയാക്കി വിളിക്കുന്നതാണെങ്കിൽ പോലും അത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ ഗ്രഹിച്ചിട്ട് അതിനനുസരിച്ചാണ് പ്രത്യേകിച്ച് ക്രൈസ്തവരുടെയൊക്കെ പ്രതികരണങ്ങൾ. ഇപ്പോൾ ABC മലയാളം പോലുള്ള, ഞാൻ ആ പേരെടുത്ത് പറയുന്നത്, അവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമൂഹത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഭിന്നത അത് നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. ഭയങ്കരമായിട്ടുള്ളൊരു വിഘടനവാദവുമായിട്ടാണ് ആ ചാനൽ നിലനിൽക്കുന്നത് തന്നെ. അപ്പം അത് വളരെയധികം ക്രൈസ്തവർ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പറയുന്നതെല്ലാം ശരിയാണെന്ന് ധരിച്ചുകൊണ്ടാണ് പിന്നീട് ഇലക്ഷനിൽ അത് പ്രതിഫലിപ്പിക്കുന്നു. അതുപോലെ സംസാരങ്ങളിൽ, പള്ളികളിലെ പ്രസംഗങ്ങളിലൊക്കെ ആ വിധത്തിലുള്ള ആശയങ്ങളെയാണ് ജനങ്ങളിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന ചില അച്ഛന്മാരും ചില ആളുകളും ഒക്കെ. അപ്പം ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ആഴമേറിയ കൺട്രോള് ഈ മീഡിയകളിലും കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ തോന്നുന്നത്, അല്ലേ? അങ്ങനെയല്ലേ ശരിക്കും? എന്താ ഈ ഡീപ് സ്റ്റേറ്റിന്റെ കൺസെപ്റ്റ് തന്നെ അതും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു പദം തന്നെ ഉണ്ടായത് ടർക്കിയിലാണ്. 1990 ടർക്കിയിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു നീക്കം നടന്നു. ഷാഡോ ഗവൺമെന്റ് ഉണ്ടായത്. അപ്പൊ ആ ഒരു നിഴൽ രാഷ്ട്രീയം, അപ്പൊ അവിടെയാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ഡീപ് സ്റ്റേറ്റ് ടർക്കിയിലാണ്. പിന്നെ നമ്മൾ പലയിടത്തും അത് കണ്ടു. അമേരിക്ക ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് FBI ചില ആൾക്കാരുണ്ട്, CIA ആളുകളുണ്ട്, ബിഗ് ഫാർമയുണ്ട്, ഇന്റലിജൻസിന്റെ ആളുകളുണ്ട്, പെന്റഗണിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, മീഡിയ ഗൈസ് ഉണ്ട്, ഹോളിവുഡ് താരങ്ങളുണ്ട്. പിന്നെ ഭയങ്കര സമ്പന്നരായിട്ടുള്ള ജോർജ് സോറസിനെ പോലെയുള്ള, ബിൽ ഗേറ്റ്സിനെ പോലെയൊക്കെയുള്ള ആളുകളൊക്കെ അടങ്ങുന്ന ഒരു വലിയ ഒരു സംഘമാണിത്. ഇത് പബ്ലിക്കിൽ ഇവരെ കാണാൻ പറ്റില്ല. കൂടുതൽ ഇവിടെ വേറൊരു പേരും കൂടെ വളരെ ശക്തമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്, എലോൺ മസ്കിന്റെ പേര്. എലോൺ മസ്കിനെ അത് ഗോഡി മീഡിയ മാത്രമല്ല, സുഡാപ്പി മീഡിയകളും അതെടുത്ത് പറയുന്നുണ്ട്. അവർ പറയുന്നത് ഈ ട്രംപിനെ വിജയിപ്പിക്കാൻ തക്കവണ്ണം എലോൺ മസ്ക് കാണിച്ചതാണുള്ള വ്യഗ്രത എന്ന് പറയുന്ന എലിമിനേറ്റീസിൻ്റെ ശക്തി അദ്ദേഹം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവരാണ് ഇതിൻ്റെ പിന്നിൽ, ഡീപ് സ്റ്റേറ്റുകാരാണ്. ഇദ്ദേഹത്തിൻ്റെ അജണ്ടയും അത് തന്നെയാണ്. അതായിരിക്കും ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്, ലോകത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് അവർ രണ്ടു കൂട്ടരും ഈ കാര്യത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം കൂടെ പറയാമോ? അതായത് നമ്മൾ ഇലോൺ മസ്ക് ഒരു ഇലുമിനാറ്റിയുടെ ഭാഗമല്ല. അദ്ദേഹം ഒരു നല്ല ക്രിസ്ത്യാനിയാണ്. ട്രംപ് തൻ്റെ സ്വന്തം ടീമിൽ ഉൾപ്പെടുത്താൻ ഇലോൺ മസ്കിനെ ഉൾപ്പെടുത്താൻ തയ്യാറായതിന് എന്തുകൊണ്ടാണ്? അദ്ദേഹം ക്ലീൻ ഇമേജ് ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല. ഡീപ് സ്റ്റേറ്റിനെ തകർക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ അജണ്ട. ഒരു അജണ്ടയാണ്. 2016 അദ്ദേഹം ഭരണമേറ്റപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹം അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനല്ലായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പരിചയമില്ലായിരുന്നു. അദ്ദേഹം കൺവെൻഷനലായിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോബിയിസ്റ്റ് പറഞ്ഞ, അല്ലെങ്കിൽ ഈ ഡീപ് സ്റ്റേറ്റ് ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം പലരെ ഉൾപ്പെടുത്തി ക്യാബിനറ്റിൽ. പിന്നെ മനസ്സിലായി 2 വർഷത്തിനകം ഇവരെല്ലാം ഫയർ ചെയ്യേണ്ടി വന്നു. കാരണം ഇവരെല്ലാം ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. അപ്പൊ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സമാന്തര സർക്കാർ പോലാണ്. കാരണം അവർക്ക് ആരോടും ഉത്തരവാദിത്വമില്ല, അവർക്ക് ഒരു കാര്യം ചെയ്യാൻ ആരുടെ അനുവാദം വേണ്ട. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സർക്കാരിനെ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഏത് പാർട്ടി വന്നാലും അമേരിക്ക ഡീപ് സ്റ്റേറ്റിന്റെ ഒരു സ്വാധീനമുണ്ട്. അവരാണ് നയങ്ങൾ നിശ്ചയിക്കുമ്പോൾ
അല്ലെങ്കിൽ നയപരിപാടികൾ ആവിഷ്കരിക്കുമ്പോഴൊക്കെ തന്നെ ഇവർ സ്വാധീനമുണ്ട്, ലോബിയിസ്റ്റുകളോടാണ്. പിന്നെ എന്തുകൊണ്ടാണ് ട്രംപ് ഇതിനെ എതിരായിട്ട് നിന്നെന്ന് പറഞ്ഞാൽ ട്രംപ് ജയിച്ചത് ഇവരുടെ സഹായം കൊണ്ടല്ല. ട്രംപ് ആദ്യം വരുമ്പോൾ അതേ രാഷ്ട്രീയക്കാർക്കാണ് ഈ പ്രശ്നമുള്ളത്, ഡീപ് സ്റ്റേറ്റിന്റെ ഒക്കെ പ്രശ്നം അവർക്കുള്ളത്. കാരണം അവരുടെ ക്യാമ്പയിന് വേണ്ടി കോടിക്കണക്കിന് സംഭാവന നൽകുന്ന ഡീപ് സ്റ്റേറ്റുകാരാണ്, വലിയ ബിസിനസ്സുകാരെ, ബിഗ് ഫാർമ, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള പ്രത്യേക താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പൊ ട്രംപിന് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ട്രംപ് അവരുടെ സഹായം കൊണ്ടല്ല ജയിച്ചതെന്നുള്ളത് കൊണ്ട് തന്നെ ട്രംപിന് ഇവരുടെ ഉത്തരവാദിത്വമില്ല. പിന്നെ ഇവർ അമേരിക്ക ഒരു അജണ്ട എന്ന് പറയുന്നത് വാണിജ്യം തന്നെയാണ് അല്ലേ, വാണിജ്യം ബിസിനസ് ആണ്. പിന്നെ അവർക്ക് താല്പര്യമുള്ള, ഇപ്പൊ അവർ കൺസർവേറ്റീവ്സിനെതിരാണ് ഡീപ് സ്റ്റേറ്റ്. എപ്പം കൺസർവേറ്റീവ് വന്നാലും അവർ പ്രശ്നം ഉണ്ടാക്കും. അവർ ലിബറൽസ് ആണ്, ഈ ഡീപ് സ്റ്റേറ്റ് ലിബറൽസ് ആണ്. അവർക്ക് ഗോഡ് ഹേറ്റിംഗ് ആണ്. വേറെ കാര്യം കൂടി ചോദിക്കട്ടെ, അപ്പൊ ഈ ലിബറൽസിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഈ അറബ് രാഷ്ട്രങ്ങളുടെ ഒക്കെ സ്വാധീനം കാണാൻ ചാൻസ് ഉണ്ടല്ലോ. കാരണം അവർക്കും കൂടെയാണല്ലോ ഈ പാശ്ചാത്യ രാജ്യങ്ങളെ തകർക്കുക എന്നുള്ളൊരു വലിയ അജണ്ട ഉള്ളത്. അപ്പൊ ആ വിധത്തിൽ അവരുടെ ഇൻഫ്ലുവൻസും കൂടി ഈ ബൈഡന് ഉണ്ടായിട്ടുണ്ടാകുമോ ഈ യുദ്ധവുമായിട്ട്, യുക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്? ഉണ്ടാകും. കാരണം ഈ അമേരിക്കക്കെതിരായി പ്രവർത്തിക്കുന്ന പല അറബ് ശക്തികളും അറബ് രാജ്യങ്ങളും ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. കാരണം ഒരു കൺസർവേറ്റീവ് ഗവൺമെന്റ് അമേരിക്ക അധികാരത്തിൽ വരുന്നതിനെ എതിർക്കുന്നവരാണ് ഡീപ് സ്റ്റേറ്റ്. അവർ ഗോഡ് ഹേറ്റേഴ്സ് ആണ്, ഗ്ലോബലിസ്റ്റുകളാണ്, അവർ നാഷണലിസ്റ്റുകളല്ല, അവർ പേട്രിയോട്ടിക് പീപ്പിൾ അല്ല. അവരെല്ലാം തന്നെ ഒരു ഗ്ലോബലിസമാണ്, ഗ്ലോബലിസ്റ്റ് ഗവൺമെന്റ് ആണ്, അതായത് ലോക ഗവൺമെന്റ്. അപ്പോൾ അമേരിക്കയുടെ നയങ്ങളോ താല്പര്യങ്ങളോ ആ ദർശനമല്ല അവർക്കുള്ളത്. അവർക്ക് അവരുടെ വ്യാപാരമാണ്, അവരുടെ ബിസിനസ്സുകളാണ്, അവർക്ക് ലോകമെമ്പാടുമുള്ള സ്വാധീനമാണ്. അവരാണ് ഇപ്പം തന്നെ ലോകത്തെല്ലാ രാജ്യങ്ങളെയും സ്വാധീനിക്കുന്നവര്. ഇപ്പൊ അമേരിക്ക മാത്രമല്ല, ഈ ഡീപ് സ്റ്റേറ്റുകാര് മറ്റ് രാജ്യങ്ങളിലുള്ള പിന്നെ ഇലക്ഷനെ പോലും സ്വാധീനിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സമാന്തരമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ആ ഡീപ് സ്റ്റേറ്റിന്റെ കൺട്രോൾ ഇപ്പൊ സാൽസാർ പറയുന്നതനുസരിച്ച് ഇവിടെ ഈ ഗോളി മീഡിയ പ്രചരിപ്പിക്കുന്നതിന്റെ വേറൊരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ഷനെ പോലും, ഇന്ത്യയുടെ ഇലക്ഷനെ പരമാധികാരത്തെ ഒക്കെ സ്വാധീനിക്കാൻ അവർക്ക് ശക്തി ഉണ്ടെങ്കിൽ എന്തായിരിക്കും നാളത്തെ നമ്മുടെ അവസ്ഥകൾ? ഇപ്പൊ അവര് ലിബറൽസ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം നാഷണലിസം ശക്തിപ്പെടുന്നായിട്ടുള്ള രാജ്യങ്ങളിലാണല്ലോ ആ നാഷണലിസ്റ്റിക് വ്യൂസ് ഉള്ള ആളുകളൊക്കെയാണല്ലോ ഭരണകൂടത്തിൽ എത്തുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ഇന്റേണൽ ഫൈറ്റിങ്സ് അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ കൂടാൻ ചാൻസ് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അവർ ഒരിക്കലും ഇത്തരം ഗവൺമെന്റുകളെ വെച്ച് ഉറപ്പിക്കില്ല. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ, പാകിസ്ഥാനിലും ഈജിപ്തിലും ഒക്കെ ഈ സമാന്തര ഗവൺമെന്റുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ പാകിസ്ഥാനിലെ ഏത് ഡെമോക്രാറ്റിക് സർക്കാർ വന്നാലും അവിടുത്തെ നിയന്ത്രണം മുഴുവൻ അവിടുത്തെ സൈന്യത്തിനും അവിടുത്തെ ISA അല്ലേ ചാര സംഘടന, അവരുടെ കയ്യിലാണ്. അവരാണ് ഭൂട്ടോയെ അട്ടിമറിച്ച് വധിച്ചതും ബേനസീർ ഭൂട്ടോയെ വധിച്ചതും ഒക്കെ തന്നെ ഈ ഡീപ് സ്റ്റേറ്റുകാരാണ്, അവിടെയുള്ള ഡീപ് സ്റ്റേറ്റാണ്. അപ്പോൾ അവിടെ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും പാകിസ്ഥാനിൽ ഈ പറയുന്ന ഈ ഡീപ് സ്റ്റേറ്റാണ് അതിന്റെ എല്ലാം പുറകിൽ ഭരണം നിയന്ത്രിക്കുന്നത്. ഇപ്പൊ തന്നെ ഈജിപ്തിൽ അങ്ങനെയാണ്. അപ്പോൾ ബംഗ്ലാദേശിലുണ്ടായിരിക്കുന്ന അട്ടിമറിക്ക് പിന്നിലും ഇവരുടെ കരങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാകാം. അവർക്ക് താല്പര്യമുള്ള ആളുകളെ ഈ ഭരണത്തിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. കൊണ്ടുവന്നത് ഇവരാണെന്നാണ് ഇവര് പ്രചരിപ്പിക്കുന്നത്. അത് അമേരിക്കയ്ക്ക് ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളായിരുന്നു, അതിലവർ സക്സസ് ആയി എന്നൊക്കെയാണ് ഈ പറഞ്ഞ മീഡിയകളൊക്കെ പ്രചരിപ്പിക്കുന്നത്. അതിനകത്ത് വാസ്തവം അമേരിക്കയുടെ പങ്കിനെ കുറിച്ച് നമുക്ക് പറയാൻ തെളിവുകളൊന്നുമില്ല. ബംഗ്ലാദേശിൽ നടന്നൊരു പ്രക്ഷോഭണമാണ്, പണ്ട് ചൈന നടന്ന പോലെ ഒരു ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനവികാരമാണ്, വിദ്യാർത്ഥി സമരമാണ് അത് ആരംഭിച്ചത്. അപ്പൊ അങ്ങനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഐക്യത്തെ എതിർക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആണ്. കാരണം എപ്പോഴും ഈ സംഘർഷം നിലനിൽക്കാൻ ഈ ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ എപ്പോഴും സംഘർഷഭരിതമാണ്. യുദ്ധങ്ങൾ ഒരിക്കലും ആയുധങ്ങൾ വിൽക്കുക എന്നുള്ളതാണ്, ആയുധ കച്ചവടമാണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഇത്. ആയുധ കച്ചവടം, മറ്റ് വ്യവസായ താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ, പിന്നെ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഡീപ് സ്റ്റേറ്റിനോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം വളരെ നെഗറ്റീവായിരിക്കും എന്നുള്ളതാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഒരു നെഗറ്റീവ് ഇത് വരുമ്പോൾ ട്രംപിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഇവരേതെങ്കിലും തരത്തിൽ ശ്രമിക്കുമോ? അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ തടസ്സമായി നിൽക്കുന്നവരുടെ വഴികൾ ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കുമല്ലോ അവരുടെ ഒരു താല്പര്യം. അപ്പോൾ ആ രീതിയിൽ അവർ പ്രവർത്തിക്കാൻ ചാൻസ് ഇല്ലേ? ഡീപ് സ്റ്റേറ്റ് എത്രയോ ആളുകളെ വധിച്ചിട്ടുണ്ട് അമേരിക്ക തന്നെ. ഇപ്പൊ തന്നെ പ്രസിഡന്റ് കെന്നഡിയെ വധിച്ച ആരാണ്? ഡീപ് സ്റ്റേറ്റ്. അതുപോലെ പിന്നെ റോബർട്ട് കെന്നഡിയെ വധിച്ച ആരാണ്? പിന്നെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെ ആരെ വധിച്ചു? ഈ ട്രംപിനെ വധിക്കാൻ എത്രയോ തവണ ശ്രമം നടത്തി. അദ്ദേഹം രക്ഷപ്പെട്ടുകൊണ്ടല്ലേ. അദ്ദേഹം ഒരിക്കലും പ്രസിഡന്റ് ആകരുതെന്ന് ആഗ്രഹിച്ച് അദ്ദേഹത്തെ
തീർച്ചയായിട്ടും എപ്പോഴും അതാണ് പറയുന്നത് സംഭവിച്ചത്. 121 സങ്കീർത്തനം. ഞാൻ വളരെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന, അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ട്, അവൻ നിന്റെ പരിപാലകൻ മയങ്ങയിൽ ഉറങ്ങുമില്ല എന്നുള്ള 91 സങ്കീർത്തനം പറയുന്ന പോലെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിലുള്ള ആശ്രയം അദ്ദേഹത്തിനുള്ളത് ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തെ ദൈവം ഉദ്ദേശിക്കുന്ന തരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും കൂടിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിനായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റാം. അതോടൊപ്പം തന്നെ തുടർന്നുള്ള നാളുകളിലും അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്ന ഭീഷണികൾ കേവലം ലൈഫ് ത്രെട്ടണിങ് മാത്രമായിരിക്കത്തില്ല, അദ്ദേഹത്തിൻ്റെ ഭരണത്തെ തന്നെ എങ്ങനെ തകിടം മറിക്കാമെന്നുള്ള ചിന്തകളും കൂടെ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ആളുകളെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ റിപ്പബ്ലിക്കൻസ് എങ്ങനെയായിരിക്കും ഒന്നടങ്കം പ്രതിരോധിക്കാൻ നിൽക്കുമോ, അതോ നിങ്ങളുടെ ഇടയിൽ ഒരു ഇൻഫിൽട്രേഷൻ അവർ നടത്തിയിട്ട് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചാൽ നിങ്ങൾ എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യും? അല്ല, ഈ ഡീപ് സ്റ്റേറ്റ് നീക്കങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് ട്രംപ് ഭരണകൂടം. ഈ പാർട്ടിയും അതിന് നല്ല ബോധ്യമുണ്ട്. കാരണം ഈ ട്രംപ് ഭരിക്കാൻ വരുമ്പോൾ, ഭരണം ഏറ്റെടുക്കുമ്പോൾ ഒരു വലിയ ക്രാഷ്, സാമ്പത്തിക രംഗം വളരെ ക്രാഷ് ചെയ്ത് ട്രംപിനെ പാഠം പിടിക്കാൻ വരെ വളരെയധികം കരുക്കൾ കൂട്ടുന്ന സാമ്പത്തിക ശക്തികളുണ്ട്, ഈ ആഗോള ശക്തികളുണ്ട്. അത് നമുക്കറിയാം. നമുക്ക് അങ്ങനെയുള്ള ധാരാളം സൂചനകൾ കിട്ടിയിട്ടുണ്ട്. കാരണം ജോർജ് സോറസിനെ പോലെയുള്ള ആൾക്കാർക്ക് അത് കഴിയും. വലിയ സ്റ്റോക്ക് മാർക്കറ്റ് തകർക്കുക, വലിയ നിക്ഷേപം പിൻവലിച്ച് അവർക്ക് കഴിയും. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു സാമ്പത്തിക രംഗം തകർക്കാൻ, അല്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക രംഗം, അവിടെയൊക്കെ ധാരാളം സ്വാധീനം ചെലുത്താൻ. ഇത് അതിശക്തരാണ് ഇവർ. ഡീപ് സ്റ്റേറ്റ് ചെറിയ ആളുകളല്ല, അതിശക്തരാണ്, ആഗോള ഭീമന്മാരാണ്. ലോകത്തുള്ള വ്യവസായങ്ങൾ അവരുടെ കയ്യിലാണ്, മീഡിയ അവരുടെ കയ്യിലാണ്, സൈനിക ആയുധങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ അവരാണ് ഓൺ ചെയ്യുന്നത്. അപ്പൊ ഇത്ര അതിബൃഹത്തായിട്ടുള്ള സാമ്പത്തിക സ്വാധീന ശക്തികളാണ് ഈ ഡീപ് സ്റ്റേറ്റുകാർ. അത് പല രാജ്യങ്ങളും അതുണ്ട്. അപ്പൊ അമേരിക്കയിൽ അത് പ്രബലമാണ്. മീഡിയാസ് ആണല്ലോ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. തെറ്റായ വാർത്തകൾ കൊടുക്കുമ്പോഴത്തേക്ക് ആളുകളുടെ എല്ലാം കൂടെ ശ്രദ്ധാവിധത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ നമുക്കറിയാം BBC കുപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്, CNN പിടിച്ചു കെട്ടുമെന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനം വളരെ ശക്തമാണ്. അതുപോലെ അൽ ജസീറ പോലുള്ള മീഡിയാസ് അവരുടെ പല ആളുകളെയും പല രാജ്യങ്ങളിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള വാദങ്ങൾ, ഇതെല്ലാം വളരെ ശക്തമാണ്. അപ്പം ഒരു വാസ്തവത്തിൽ ഇതെല്ലാം തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് ദുരിതപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടെ ചില ആളുകൾ പ്രകടിപ്പിക്കുന്നു. ശരിയാകുമോ അത്? ശരിയാകാം. കാരണം നമ്മൾ ഈ വേദപുസ്തക പ്രവചനങ്ങൾ വിശ്വസിക്കുന്നവർക്ക് കാണാൻ കഴിയുന്ന വസ്തുത, ബൈബിൾ പ്രവചനങ്ങളൊക്കെ അതിന് നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. കാരണം പണ്ട് ബൈബിൾ പ്രവചനം ഇന്നത് ന്യൂസായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് പ്രവചനങ്ങളല്ല, അത് ഇന്ന് വാർത്തകളാണ്. അതെല്ലാം ഇപ്പൊ ബൈബിളിലെ പ്രവചനങ്ങൾ ഇന്ന് വാർത്തകളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത്ര കൃത്യമായിട്ട് ഒരു ലോകാവസാനം അല്ലെങ്കിൽ ലോകത്തിന്റെ ഭാവിയെ വളരെയധികം ബാധിക്കാൻ പോകുന്ന ചില വിഷയങ്ങൾ ബൈബിൾ പ്രവചിക്കുന്നത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ തന്നെ സംഭവിക്കാം. ലോകമഹായുദ്ധം ഉണ്ടാകാം, 3ാം ലോക മഹായുദ്ധം സംഭവിക്കാം. പക്ഷെ അത് എപ്പോഴാണെന്നൊക്കെ മാത്രമേ നമുക്ക് ഇപ്പൊ അറിയാനുള്ളൂ. സംഭവിക്കാം. പക്ഷെ നമ്മൾ ലോകം വളരെ ആശങ്കയിലാണ്, ഭയപ്പാടിലാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഇറാനും റഷ്യയും കൂടെ വളരെ വളരെ ബായി ആണല്ലോ. അപ്പം ഇറാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത്, അവർ അണ്ടർഗ്രൗണ്ടിൽ അവരുടെ യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ ഒളിപ്പിക്കാനും ഇസ്രായേലിൻ്റെ മിസൈൽസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിലെ മിസൈൽസോ വന്നാൽ ഒന്നും അപകടം ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ഭയങ്കരമായ തുരങ്കങ്ങൾ ഉണ്ടാക്കുകയും വിമാനങ്ങളെല്ലാം തന്നെ അതിനകത്ത് ഹൈഡ് ചെയ്യാൻ തക്കവണ്ണം ഇടയാത്തിരിക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ശരിക്കും എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഒരു കോക്കസ് ഉണ്ടാക്കിയിട്ട് പല 2 ചേരികളായിട്ട്, 2ാം ലോകമഹായുദ്ധത്തെ പോലെ തന്നെ 2 ചേരികളായി തിരിഞ്ഞുകൊണ്ട് ഒരു യുദ്ധത്തിനുള്ള സാധ്യതകൾ ഇതിൽ കൂടെ നമുക്ക് വായിച്ചെടുക്കാം എന്നുള്ളതല്ലേ ഇതിൽ കൂടെ മനസ്സിലാക്കുന്നത്? തീർച്ചയായും ലോകമഹായുദ്ധത്തെ കുറിച്ച് വേദപുസ്തകം കൃത്യമായിട്ട് പ്രവചിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അതിന്റെ ദാനിയേൽ പ്രവചനത്തിലായാലും വെളിപ്പാട് പുസ്തകത്തിലായാലും ഒക്കെ തന്നെ കൃത്യമായിട്ട് ലോകത്ത് ഉണ്ടാകാവുന്ന ചേരിതിരിവുകൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. റഷ്യയെ കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, ഇറാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിനെ കുറിച്ച് എത്രയോ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ അമേരിക്കയെ കുറിച്ച് പരാമർശനമുണ്ട് ബൈബിളിനകത്ത്. അപ്പൊ ഇതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള പ്രവചനങ്ങളാണ്. ഇതിന്റെ വളരെ കൃത്യമായിട്ട് ആ നിലയിലാണ് ലോകത്തിന്റെ ക്രമം, ലോകത്തിന്റെ ഈ രാഷ്ട്രങ്ങളുടെ ക്രമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ചേരികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അലയൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ സംഭവിക്കാനുള്ള ഇതുവരെയുള്ള എല്ലാ പ്രവചനങ്ങളും ബൈബിളിൽ നിവൃത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവചനങ്ങൾ നിവൃത്തിയായി തന്നെ ചെയ്യും. കാരണം അതാണ് വേദപുസ്തകം, വേദപുസ്തകം, ദൈവവചനം. നമ്മൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് ജീവനുള്ള പുസ്തകമാണത്, അല്ല ഇതൊരു കഥയല്ലല്ലോ. വേദപുസ്തകം ഒരു
സത്യവേദ പുസ്തകം എന്ന് പറയാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. പ്രവചനങ്ങൾ അല്ലെങ്കിൽ ഭാവിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പുസ്തകം. ഇപ്പോൾ ഈ പുട്ടിൻ്റെ ഈ നിലപാട്, ഇപ്പോൾ എടുത്തിരിക്കുന്ന പുതിയ നിലപാടനുസരിച്ച് ആണവായുധം പ്രയോഗിക്കും എന്നുള്ള നിലപാട്, അതിനെ എങ്ങനെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇപ്പോൾ നോക്കിക്കാണുന്നത്? കാരണം ബൈഡൻ ചെയ്ത ഏറ്റവും വങ്കത്തരം, ഒരുപാട് വങ്കത്തരങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോഴേക്കും എനിക്ക് ശേഷം പ്രളയം എന്നുള്ള ഒരു ചിന്തയോടുകൂടെ അമേരിക്ക നശിച്ചാലും ശരി, ലോകം നശിച്ചാലും എൻ്റെ പേര് നിലനിൽക്കണമെന്നുള്ള ചിന്തയോടുകൂടെ വിഡ്ഢിത്തരമായിട്ടുള്ളതും, അതുപോലെ തന്നെ വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു പോഷനാണല്ലോ അദ്ദേഹം ഈ കാര്യത്തിൽ. അദ്ദേഹത്തിൻ്റെ തലച്ചോറിന് എന്തോരം മാരകമായ അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് പോലും ആളുകൾ സംശയിക്കുന്നു. ഞാൻ പോലും ആ കാര്യത്തിൽ അവരോടൊപ്പം നിൽക്കുകയാണ്, അങ്ങനെ സംശയിക്കുന്നവരോടൊപ്പം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും റിപ്പബ്ലിക്കൻ പാർട്ടി ഡിപ്ലോമസി വഴിയായിട്ട് തീർക്കാമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഏത് തരത്തിലുള്ള ഡിപ്ലോമസി ആയിരിക്കും? കാരണം ഇതൊരു നിസ്സാര കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് യുക്രൈൻ കടന്നു കയറി എന്നുള്ള അത് അദ്ദേഹത്തിന് നാണക്കേട് വരുത്തി. ഒന്നാമത് ലോകരാഷ്ട്രങ്ങളിൽ തന്നെ 2ാം സ്ഥാനം നിൽക്കുന്ന റഷ്യയ്ക്കുണ്ടായിരിക്കുന്ന ഒരു അപമാനം എന്ന് പറയുന്നത് കുറച്ചും കൂടിയൊന്നുമല്ല. രണ്ടാമത്തേത്, തൻ്റെ ജനത ഇനിയും കഷ്ടപ്പെടാൻ പോകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ട് ആഭ്യന്തര കലാപം രൂക്ഷമാകും. ഇപ്പം തന്നെ അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് റഷ്യയിൽ. അത് രൂക്ഷമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുട്ടിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട ട്രംപ് പറഞ്ഞു 20 കൊല്ലത്തേക്ക് നാറ്റോയിലേക്ക് ഉക്രൈന് പ്രവേശനം കൊടുക്കുകയില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി ആയിട്ട് പറഞ്ഞാണ്. 20 കൊല്ലം ഇവരൊക്കെ ജീവിച്ചിരിക്കുമെന്നുള്ള, പക്ഷേ അങ്ങനെ ഒരു ഓഫർ കൊടുത്തു. അവർക്കൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ആശ്വാസം വന്നതിൻ്റെ പിറ്റേ ആഴ്ചയിലാണ് ഈ സംഭവം നടക്കുന്നത്. പിറ്റേ ആഴ്ചയിലാണ്. അപ്പം അവിടുത്തെ ജനങ്ങൾ ഇളകി മറിയും. റഷ്യൻ ജനത ആഭ്യന്തര കലാപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പുട്ടിനോ അല്ലെങ്കിൽ പുട്ടിൻ്റെ ഭരണകൂടത്തിനോ നിലനിൽപ്പില്ല എന്നുള്ള പുട്ടിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ജനങ്ങളെ പാസിഫൈ ചെയ്യണം. ജനങ്ങളെ പാസിഫൈ ചെയ്യണമെങ്കിൽ തിരിച്ചടിച്ചെങ്കിലേ പറ്റുള്ളൂ. അതോ ചെറിയ അടി കൊടുത്താൽ പോരാ. ഇവർക്ക് കിട്ടിയിരിക്കുന്നതിൻ്റെ 6 മിസൈൽസ് വന്നു, അതിന് 5 എണ്ണം തകർത്തെങ്കിലും ഒരു മിസൈൽ മാനുഷികമായിട്ടുള്ള രീതിയിലൊന്നും അപകടം ഉണ്ടാക്കിയില്ലെങ്കിലും അവരുടെ സാമ്പത്തിക നഷ്ടത്തെ അത് കൊച്ചായി കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വരാൻ പോകുന്ന ദുരന്തം, അവർ തിരിച്ചടിക്കാൻ പോകുന്ന ദുരന്തം എങ്ങനെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, തടയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക? അല്ല, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം നമുക്ക് കിട്ടിയിട്ടില്ല. ട്രംപ് അധികാരം ഏൽക്കാതെ ഈ പാർട്ടിക്കോ അല്ലെങ്കിൽ ട്രംപിനോ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അമേരിക്ക ഭരിക്കുന്നത് പ്രസിഡന്റ് ബൈഡനും അദ്ദേഹത്തിന്റെ സംഘവുമാണ്, അല്ലേ? അവരെല്ലാം ഇപ്പൊ ഇതെല്ലാം തന്നെ ഈ എസ്കലേഷൻ ഉണ്ടായിരിക്കും. അല്ല, വേറൊരു കാര്യമുണ്ട്. അതാണെങ്കിൽ പോലും ട്രംപ് ജയിച്ചതിന്റെ പിറ്റേന്ന് തന്നെയാണ് പല തീരുമാനങ്ങളിലും മാറ്റങ്ങൾ വന്ന ലോകത്തില്. പല തീരുമാനങ്ങളും ലോകത്തിൽ തന്നെ. കാരണം എല്ലാവരും ഒന്ന് ഭയപ്പെട്ടു. പക്ഷെ ആ ഭയപ്പാടിനെ എല്ലാം മറികടക്കുന്ന രീതിയിലല്ല ഇപ്പം ബൈഡൻ ചെയ്തത്. അതിനോട് റഷ്യ ക്രിയാത്മകമായിട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് തന്നെ പ്രതികരിക്കത്തില്ലേ, പോസിറ്റീവായിരിക്കത്തില്ല. അവർ തിരിച്ചടിക്കും, റിറ്റാലിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന കോൺസിക്വൻസസിന് ഈ ട്രംപും കൂടി ഉത്തരവാദിയാകില്ല എന്നുള്ളതാണ് എൻ്റെ. തീർച്ചയായിട്ടും. അതുകൊണ്ട് ട്രംപ് ഇടപെടും. ഇപ്പൊ ട്രംപിനെ കാണാൻ വേണ്ടി പുടിൻ വരികയാണ് ഈ ആഴ്ച വരും. ഈ ആഴ്ച അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ചയുണ്ട്. മാർലോക വരുന്നുണ്ട്. എനിക്കറിയില്ല ഈ സംഭവം കൊണ്ട് മാറ്റി വെച്ചെന്നറിയില്ല, പക്ഷെ വരാനുള്ള സ്കെഡ്യൂൾ ഉണ്ടായിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രംപ് സ്വാധീനിക്കും പുടിന്റെ മേൽ. ഇങ്ങനെ ഒരു അണുവായുധം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് തീർച്ചയായിട്ടും ട്രംപിന്റെ സ്വാധീനം ഉണ്ടാകും. ട്രംപ് ഒരിക്കലും അതിനുള്ള അനുവദിക്കില്ല പുടിനെ. അപ്പോ അതൊന്നും സംഭവിക്കാൻ അത്ര സാധ്യതയില്ല. പക്ഷെ എങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം വീണ്ടും മുറുകും. അതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ഒരു യുദ്ധം അവസാനിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് വീണ്ടും അത് മുറുകാൻ പോകുന്നത്. പിന്നെ ഈ പുടിനും ഈ ബൈഡനെ പോലെ തന്നെ നോർമലായിട്ടുള്ള ഒരാളല്ല. എന്തൊക്കെയോ സംതിങ് 2 കൂട്ടർക്കും ഉണ്ട്. അപ്പോൾ എന്താ നമുക്കറിയില്ല. നമ്മൾ ഒരു ഡോക്ടർ അല്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല എന്താണ് കൃത്യമായിട്ട് അവരെ പരിശോധിക്കാൻ നമുക്കറിയില്ല. പക്ഷെ ഇവരുടെ ഇതുവരെയുള്ള എല്ലാ നയപരിപാടികളിലും ഇത് നമുക്ക് ലോകം കാണുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇവർ രണ്ടുപേരും. ഇപ്പൊ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു അമേരിക്ക. എന്താ സംഭവിച്ചത്? 85 ബില്യൺ വരുന്ന ഉപകരണങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് 13 അമേരിക്കയുടെ ജീവനും അവിടെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഏറ്റവും നാണംകെട്ട പിന്മാറ്റം. അമേരിക്കയുടെ ഏറ്റവും നാണംകെട്ട ദിവസം എന്ന് പറഞ്ഞാൽ പിന്മാറ്റ സമയം. അമേരിക്ക 20 വർഷം എത്രയോ ബില്യൺ ഡോളറുകൾ ചെലവഴിച്ചു. എത്രയോ 1500ഓളം. അമേരിക്കയ്ക്ക് മാത്രമല്ല നഷ്ടം സംഭവിച്ചത്, അഫ്ഗാനിസ്ഥാനില് വളർന്നു വരുന്ന ഒരു തലമുറ തന്നെ പിന്നെയും അടിമത്തത്തിലേക്ക് പോയി, ചാക്കിനകത്തേക്ക് കയറിയവര്. അവരുടെ ചിന്താശക്തികളെല്ലാം തന്നെ മരവിപ്പിച്ചു. സ്വാതന്ത്ര്യം എന്താണെന്നുള്ളവർക്ക് വരും കാലങ്ങളിൽ അറിയാൻ കഴിയില്ല.
അടിമത്തത്തിൻ്റെ ആ വലിയ ഭാണ്ഡം പേറിക്കൊണ്ട് ആ പാവപ്പെട്ട ജനം ജീവിക്കേണ്ടി വരും. എല്ലാം മാറി വന്ന് നല്ലൊരു എന്താ പറയുക സ്വാതന്ത്ര്യത്തോടുകൂടെ പഠിക്കാനും പഠിപ്പിക്കാനും അതുപോലെ ഓടി നടക്കാനും പൂമ്പാറ്റകളെ പോലെ പറന്നു നടക്കാനും കഴിയുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലെല്ലാം തന്നെ ഇപ്പം മതത്തിൻ്റെ ആ വലിയ പ്രകടനം വന്നിട്ട് അവരെല്ലാം തന്നെ അടിമത്തത്തിൽ കുണ്ടളപ്പുഴുവിനെ പോലെ ആയിത്തീർന്നില്ലേ? അപ്പം അതെല്ലാം ആ ഒരു പിന്മാറ്റത്തിൽ കൂടെ സംഭവിച്ച ദുരന്തം തന്നെയല്ലേ? അതെ, ഏറ്റവും നയതന്ത്ര പിഴവ് സംഭവിച്ചത്, ഏറ്റവും നാണം കെട്ട ഒരു പിന്മാറ്റം. അതായത് ട്രംപ് താലിബാനുണ്ടാക്കിയ കരാറനുസരിച്ച് വ്യവസ്ഥകൾ പാലിക്കാത്ത ഒരു പിന്മാറ്റം ഒരിക്കലും അനുവദിക്കരുതെന്നായിരുന്നു. പക്ഷെ വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ താലിബാനെ അവിടെ അധികാരത്തിലെത്തിച്ചിട്ടാണ് ഇവർ പിന്മാറിയത്. അതാണ് ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇതുപോലെ നിരവധി പിഴവുകളാണ് പ്രസിഡന്റ് ബൈഡന്റെ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന്റെ പുറകിൽ എന്തോ മറ്റ് ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് ഏതോ സംഘം ഇതിന് പുറകിലുണ്ട്. അപ്പൊ അവരാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല പ്രസിഡന്റ് ബൈഡൻ തനിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയത്തില്ല ഒരു കാര്യം. അപ്പൊ ഇതൊക്കെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം, ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഒരു സംഘം ബൈഡൻ സർക്കാരിന് പുറകിൽ ഉണ്ടായിരുന്നു. അവരാണ് ഇപ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. തീരുമാനത്തിനെതിരെ നിങ്ങൾ ഇപ്പം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രക്ഷോഭമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അജിറ്റേഷനോ നടത്തിയിട്ടുണ്ടോ? ഇപ്പൊ അത് ജനങ്ങളെ സംഘടിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു തീരുമാനം ഉണ്ടോ ജനങ്ങളുടെ ഭക്തിൽ നിന്ന്? ധാരാളം പ്രസ്താവനകൾ മീഡിയകൾ വരുന്നുണ്ട്. ട്രംപിന്റെ മകനാണ് ആദ്യം പ്രതികരിച്ചത്. ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ആണ് ആദ്യം തന്നെ ഒരു ദേശീയ മാധ്യമത്തിൽ ഇതിനെക്കുറിച്ച് വളരെയധികം ഈ ബൈഡന്റെ ഈ തീരുമാനത്തെ വിമർശിച്ചു. ഇത് ലോകമഹായുദ്ധത്തിലേക്ക് ബൈഡൻ അമേരിക്കയെ കൊണ്ടെത്തിക്കുകയാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അതുപോലെ ധാരാളം പേര് പ്രതികരിക്കുന്നുണ്ട്. അമേരിക്ക തീർച്ചയായിട്ടും ആശങ്കയാണ്. അത് പിൻവലിക്കണം, ആ പ്രസ്താവന പിൻവലിക്കണം, അങ്ങനെ കൊടുത്ത അനുവാദം പിൻവലിക്കണം. നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ദുരന്തത്തെ നിങ്ങളായിട്ട് തന്നെ പിൻവലിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ബൈഡൻ്റെ ഒപ്പം നിൽക്കുന്ന സമാന ചിന്താധിക്കാരായിട്ടുള്ള ആളുകളോ പറയുന്നുണ്ടോ? അത് സംഭവിക്കുമോ? അത് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഒരു മാപ്പ് അപേക്ഷയെങ്കിലും നടത്തിക്കൊണ്ട് ഉക്രൈനോട് അത് ഇനി മേലാൽ ആവർത്തിക്കരുതെന്ന് പറയിക്കാൻ കഴിയുമോ? നിങ്ങളുടെ സ്വാധീനം അതിന് സാധിക്കുമോ? നമുക്ക് സ്വാധീനിക്കാൻ കഴിയും, പക്ഷെ അദ്ദേഹത്തോട് സമ്മതിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യങ്ങളും ഒരു പിഴവുകളും ഇതുവരെ സമ്മതിക്കാത്ത ഒരാളാണ് ഈ പറഞ്ഞുകൂടെ. അപ്പൊ അതുകൊണ്ട് അവരൊരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. അവർക്ക് എതിരെ സ്വാധീനിക്കും. അദ്ദേഹം ഡെമോക്രാറ്റ്സിന് വിധേയനാണല്ലോ. ഇപ്പൊ കമലാ ഹാരിസിനെ പോലുള്ള ആളുകൾ അവരും അത്ര നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ലേഡിയൊന്നും അല്ലെങ്കിൽ പോലും അവരെ പോലെയുള്ള ആളുകളെ സ്വാധീനിച്ച് നിങ്ങളുടെ ഈ തീരുമാനം പിൻവലിച്ചേ പറ്റുള്ളൂ എന്ന് ട്രംപിന് ആ ഭരണത്തിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവരെ കൊണ്ട് അത് പിൻവലിപ്പിക്കുന്നതല്ല അല്ലേ? കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമെടുപ്പിക്കുക എന്ന് പറയുന്ന പോലെ. ഇല്ലെങ്കിൽ ആ പഴിയെല്ലാം തന്നെ ട്രംപിന്റെ മേൽ കിടക്കുകയല്ലേ? റിപ്പബ്ലിക്കൻ പാർട്ടി അത് ആ ഭാവഭാരം ചുമക്കേണ്ടി വരികയല്ലേ? അതെ, ട്രംപ് തീർച്ചയായിട്ടും ഇടപെടുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സംഭവിക്കും. പുടിനുമായിട്ട് ട്രംപ് സംസാരിക്കുന്നുണ്ടാവാം, ബൈഡനുമായിട്ട് സംസാരിക്കുന്നുണ്ടാകാം. അപ്പൊ അതുപോലെ ഈ മിലിറ്ററി മേധാവികളുമായിട്ടൊക്കെ തന്നെ ഇപ്പം തന്നെ ട്രംപിന് സമ്മതിക്കാൻ കഴിയും എന്നുള്ള സംവിധാനമുണ്ട്. തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക കൂടി ഉൾപ്പെടുന്ന യുദ്ധത്തിലേക്ക് ലോകം പോകാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും, ട്രംപ് ഒരു സമാധാന പ്രേമിയാണ്, സമാധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ രംഗത്ത് ഇടപെടുമെന്നാണ് വിശ്വാസം. അത് നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള പ്രതീക്ഷയുണ്ട്. ലോകം ഒരിക്കലും ഒരു ലോകമഹായുദ്ധത്തിലേക്ക്, അണുവായുധ യുദ്ധത്തിലേക്ക് പോകില്ല എന്ന് തന്നെ നമുക്ക് സമാധാനിക്കാം, പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ദൈവവചനത്തിൻ്റെ ശക്തിയും ആഴവും ജനങ്ങൾ അറിയാൻ തക്കവണ്ണം ഇതുപോലുള്ള ചർച്ചകൾ, കാരണം ഇപ്പം സ്റ്റാലിൻ സാർ പറഞ്ഞ പോലെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് വാർത്തകളായിട്ട് വന്നിരിക്കുകയാണ്. പ്രവചനങ്ങളെല്ലാം തന്നെ വാർത്തകളായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ പ്രസക്തി എത്ര വലുതാണ്. ഇത് പ്രായോഗിക ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ മനുഷ്യർക്ക് ഉൾക്കൊള്ളുവാനും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പ്രായോഗികമാക്കുവാനും കഴിയുന്നതാണ് തിരുവചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിലുള്ള പ്രവചനങ്ങൾ എന്നുള്ള നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ഇന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പങ്കുവച്ചതിനും അങ്ങനെയുള്ള കൃത്യമായ നന്ദി. വീണ്ടും മറ്റൊരു വിഷയമായി നമുക്ക് തുടർന്നും ജനങ്ങളെ അഭിമുഖീകരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.